ഏത് രംഗത്തായാലും ഒന്നാമതെത്തണം എന്ന് തീരുമാനിക്കുന്നവരും അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നവരാണ്. അത് സ്പോർട്സിലായാലും ഗെയിംസിലായാലും രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും ഏത് രംഗത്തായാലും. ഇപ്പോൾ നമ്മൾ അറിയാം, നമ്മൾ ക്രിക്കറ്റ് കളിയുണ്ട്, ഫുട്ബോൾ കളിയുണ്ട്, ബാസ്ക്കറ്റ് ബോളുണ്ട്, വിവിധ രംഗങ്ങളിൽ കളിയുണ്ട്, സ്പോർട്സ് ഉണ്ട്. ഇതിലൊക്കെ മുന്നിൽ നിൽക്കാൻ വേണ്ടി മത്സരിക്കുന്നു. അതേപോലെ തന്നെ കലാമത്സരങ്ങൾ, ഇപ്പോഴത്തെ യൂത്ത് ഫെസ്റ്റിൽ എടുക്കുക. യൂത്ത് ഫെസ്റ്റിൽ സമ്മാനം കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് നടന്നു കൂട്ടുന്നത്. നമ്മൾ ചില കഥകളൊക്കെ വരുന്നുണ്ടല്ലോ. അതുപോലെ മലയാള സിനിമയിൽ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല എന്ന് പ്രചരണത്തിലൂടെ എന്നും മുന്നിലെത്തിയ ഒരു നടനുണ്ട്. ആ നടനെ കീഴടക്കാൻ വേറൊരു നടനും കഴിഞ്ഞിട്ടില്ല എന്ന് വന്നപ്പോൾ പലരും പറഞ്ഞു, ഞങ്ങളുണ്ട് പുറകെ, ഞങ്ങൾ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കുമോ? ആരാണ് എപ്പോഴും ആ നടൻ്റെ പുറകിലെത്താൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒപ്പം എത്താൻ പറ്റിയിട്ടുണ്ടോ? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമയിൽ ഒരാളുടെ കഴിവ് കൊണ്ടല്ല ആ സിനിമ വിജയിക്കുന്നത്. ആരെന്ത് പറഞ്ഞാലും അതിന് കുറേ പേരുടെ സഹായമുണ്ട്. ഒരു പ്രത്യേക നടൻ ഒരു പ്രത്യേക വേഷം ചെയ്യുന്നു, അല്ലെങ്കിൽ നടി ഒരു പ്രത്യേക വേഷം ചെയ്യുന്നു. അതോ എങ്ങനെ മേക്കപ്പ് കൊണ്ട് ഇന്ദ്രജാലം കാണിക്കുന്നൊരു വേഷമാണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും സ്ഥിതി? അതിന് കുറേ സമയമെടുക്കില്ലേ? ഇപ്പോൾ നമുക്ക് മമ്മൂട്ടി ആയാലും മോഹൻലാലും മറ്റാരും അഭിനയിച്ച പല ചരിത്ര സിനിമകളൊക്കെ ഉണ്ട്. ഇതിന് മേക്കപ്പിന് കുറേ സമയമെടുത്ത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആ ത്യാഗം സഹിച്ചിട്ടാണ് ചിലപ്പോൾ അത്തരം വേഷങ്ങൾ നന്നായി കൊണ്ടുവരുന്നത്. അപ്പോൾ മുമ്പ് ഇപ്പോൾ നസീർ സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് സമയത്തിന് മറ്റേ ലൊക്കേഷൻ വരുന്ന ആളാണ്, സമയത്തിന് മുൻപ് വരുന്ന ആളാണ്. ഇപ്പോൾ നയൻതാര സമയത്തിന് മുമ്പ് ലൊക്കേഷനിൽ വരുന്ന നടിയാണ്. അവർക്ക് പാളിച്ചകൾ ഓരോരുത്തരെ കുറിച്ച് പറയാം, പക്ഷേ ചില കാര്യങ്ങളിൽ അവരെ മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് നടക്കണം. അക്കൂട്ടത്തിൽ ഒരാളാണ് മോഹൻലാൽ. മോഹൻലാൽ എപ്പോഴും സിനിമയെ കാണുന്നത് അത് നമ്മുടെ ചോറല്ലേ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ചോറ് എന്ന് പറയുന്നത് പരിഹസിക്കുകയല്ല, നമ്മൾ ചെയ്യുന്ന ജോലി അതിൻ്റെ രീതിയിൽ സത്യസന്ധതയോടെ ചെയ്യണം. അതുകൊണ്ട് തന്നെയാണല്ലോ മോഹൻലാലാണ് സിനിമയിലെ നായകരെന്ന് പറഞ്ഞാൽ സംവിധായകർക്ക് ഇഷ്ടമാണ്, എഴുത്തുകാർക്ക് ഇഷ്ടമാണ്, നിർമ്മാതാവിനും ഇഷ്ടമാണ്, യൂണിറ്റിലുള്ള മറ്റു ജോലിക്കാർക്കും ഇഷ്ടമാണ്. കാരണം എല്ലാവരോടൊപ്പം ചേരുന്ന ഒരു നടനാണ് മോഹൻലാൽ. ആ മോഹൻലാൽ ഈ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ വേറെ ഒരു കഥാപാത്രമായി മാറും എന്നുള്ളതാണ്. ആ കഥാപാത്രത്തിൻ്റെ വിജയത്തിന് വേണ്ടി എന്തെല്ലാം റിസ്ക് എടുക്കാമോ ആ റിസ്കുകളെല്ലാം മോഹൻലാൽ തൻ്റെ സിനിമാ ജീവിതത്തിലെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, എന്താ മമ്മൂട്ടിയെക്കുറിച്ച് അങ്ങനെ പറയാത്തത്? മമ്മൂട്ടിയുടെ സേവനമോ ത്യാഗമോ കുറച്ച് കണ്ടിട്ടല്ല, മോഹൻലാൽ ചെയ്ത കാര്യങ്ങൾ കുറേയും കൂടി മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാനിവിടെ പറയാൻ പോകുന്നൊരു കാര്യം, ഈ PT മുഹമ്മദ്, കുഞ്ഞു മുഹമ്മദ് സംവിധാനം ചെയ്തൊരു സിനിമയുണ്ട് പരദേശി. ആ പരദേശിയുടെ കഥാപാത്രം വെച്ചാൽ അതാ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഒരു സിനിമയുടെ കഥയാണ്. നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന് മരിച്ചു വീഴുമ്പോൾ പോലും ആ ബോഡി നമ്മുടെ നാട്ടിൽ സംസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാലുണ്ടാകുന്ന സംഭവമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്, വലിയകത്ത് കുഞ്ഞു മൂസ. 85 വയസ്സ് പ്രായമുണ്ട്. ആ പ്രായത്തിൻ്റെ ചെറുപ്പമായിട്ടുള്ള വേറെ വ്യത്യസ്ത വേഷങ്ങളുമുണ്ട്. അതിൽ മേക്കപ്പിന് പ്രധാന വേഷമുള്ളതാണ്. കാരണം മേക്കപ്പാണ് അതിൻ്റെ, നമ്മൾ പറയില്ലേ, ഈ ചില സിനിമകൾ കാണുമ്പോൾ അല്ലെങ്കിൽ കടൽ കാണുമ്പോൾ അതിൽ തിരകൾ, കടലൊരു പ്രധാന കഥാപാത്രമാണ്. അമരം കാണുമ്പോൾ അത് കടൽ ഒരു പ്രധാന കഥാപാത്രമാണെന്ന് പറയുന്ന പോലെ ഇവിടെ മേക്കപ്പ് ഒരു പ്രധാന കഥാപാത്രമാണ്. ആ മേക്കപ്പിൻ്റെ അത്രയും ആ മേക്കപ്പ് ചെയ്ത് തീരണമെങ്കിലും കുറേ മിനിമം ഒരു 5-6 മണിക്കൂർ മേക്കപ്പിന് മുന്നിലിരിക്കേണ്ടി വരും. ഷൂട്ടിങ് കഴിഞ്ഞാൽ അത്രയും കുറേ സമയം തന്നെ ഇത് കളയാൻ വേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ മേക്കപ്പാന്ന് വെച്ചാൽ ഈ മേക്കപ്പിൻ്റെ കാര്യത്തിലൊരു മുടിചൂടാമനായ ചെറുപ്പക്കാരുണ്ട്, പട്ടണം റഷീദ്. വളരെ സൈലൻ്റാണ്, അധികം സംസാരിക്കില്ല. എന്നാൽ നമ്മളൊക്കെ പറയാറില്ലേ, ഒരു അഗ്നിപർവ്വതമാണ് ആ മനുഷ്യൻ. തൻ്റെ ജോലിയിൽ ഇത്രമാത്രം 100% ആത്മാർത്ഥത കാണിക്കുമ്പോൾ പോലും
തൻ്റെ മുന്നിൽ വേറെ ആരും വരാൻ പാടില്ല എന്ന രീതിയിൽ തന്നെയാണ് തൻ്റെ ജോലിയെ സമീപിക്കാറുള്ളത്. അപ്പോൾ പരദേശിയിൽ നടക്കുന്നത് പാകിസ്ഥാൻ്റെ ബോർഡർ കാണിക്കുമെങ്കിൽ താർ മരുഭൂമിയിലാണ് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. താർ മരുഭൂമി ചെല്ലാൻ പോകുമ്പോൾ അതിനിടയ്ക്ക് മോഹൻലാലിന് ചെയ്യണമെന്ന് വെച്ചാൽ മലബാർ ഗോൾഡിൻ്റെ പരസ്യം അവിടെ ഷൂട്ട് ചെയ്യണം. അതിൻ്റെ മേക്കപ്പ് മാനും പട്ടൺ റഷീദാണ്. അങ്ങനെ അവർ ഷൂട്ടിംഗ് കഴിഞ്ഞു. അത് ഇന്ന് ഷൂട്ടിംഗ് ആണെങ്കിൽ നാളെ ഈ പരദേശിയുടെ പ്രധാനപ്പെട്ട സീൻ തുടങ്ങുകയാണത്. 85 വയസ്സ് പ്രായമുള്ള വലിയത്ത് മൂസയുടെ റോളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി 12 മണിയായി. പിറ്റേ ദിവസം ചെയ്യണം. ഇതിന് വ്യക്തമായ വിഗ് വേണം, മറ്റു മേക്കപ്പ് വേണം. ഇത് എങ്ങനെ ചെയ്യണം, ഏത് ചെയ്യണം എന്നുള്ളതാണത്. ഒറിജിനാലിറ്റി കിട്ടിയെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ മേക്കപ്പാനാണെങ്കിൽ ആകെ ടെൻഷനിലാണത്. ഇത് നാനൊക്കെ ചെയ്തിട്ട് നാളെ അത് സംവിധായകൻ കുഞ്ഞു മുഹമ്മദ് അത് വേണ്ട വേറെ വേണമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പ്രശ്നമാണ്. ഈ ടെൻഷൻ നടക്കുമ്പോൾ കുഞ്ഞുമുഹമ്മദ് ചോദിക്കണേ എന്താണ് പട്ടണം ഇത് ടെൻഷൻ അടിക്കുന്നത്, ഇതാണ് കാരണം എന്ന് പറയുമ്പോൾ നീ ടെൻഷൻ അടിക്കുന്നു വേണ്ട, അതൊക്കെ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞെങ്കിലും എങ്ങനെ വേണം, ഒരു പ്രത്യേക വിഗ് വേണം. മാത്രമല്ല മേക്കപ്പ് ഒരു പ്രത്യേക സ്റ്റൈലിലാണ്. ഒരു കാരണവശാലും മോഹൻലാലിനെ തിരിച്ചറിയാൻ പാടില്ല, മേക്കപ്പാണ് തോന്നാൻ പാടില്ല. അങ്ങനെ രാത്രി 1 മണി വരെ മോഹൻലാലും പട്ടണം റഷീദും PT കുഞ്ഞുമുഹമ്മദ് ഇരുന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ച് 1:30 ആയപ്പോൾ പട്ടണം റഷീദ് ചോദിച്ചു, നാളെ രാവിലെ ഷൂട്ടിംഗ് ഉള്ളതല്ലേ മാറ്റി വെച്ചിട്ടുണ്ടോ? ഇല്ല, ഷൂട്ടിങ്ങൊക്കെ സമയത്തിന് തുടങ്ങും, എന്നാൽ കിടന്നുകൂടെ എന്ന് ചോദിക്കാണ് കൊടുക്കും. അപ്പോൾ 4 മണിക്ക് മേക്കപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ പട്ടണം 4 മണിക്കൊക്കെ നടക്കുമോ? കാരണം ഇപ്പോൾ തന്നെ 1:30 നമ്മൾ കിടക്കുമ്പോൾ എന്തായാലും 2 മണിയാവും. 2 മണിയാകുമ്പോൾ 4 മണിക്ക് മേക്കപ്പ് തുടങ്ങണമെങ്കിൽ 4 മണിക്ക് മുമ്പെങ്കിലും എണീക്കണ്ടേ? അപ്പോൾ സത്യം പറഞ്ഞാൽ 1-1.5 മണിക്കൂറാണ് ഉറങ്ങാൻ കിട്ടുക. ലാലേട്ടനാണെങ്കിൽ ബുദ്ധിമുട്ടിക്കണോ എന്നൊക്കെ ചോദിക്കും. ലാല് പറയാണ്, മക്കളെ ഇത് നമ്മുടെ ചോറാണ്, ആ ചോറിനോട് നമ്മൾ നന്ദികേട് കാണിക്കാൻ പാടില്ല. ഞാൻ കൃത്യമായിട്ട് 4 മണിക്ക് റെഡിയാവുമെന്ന് ലാല് പറഞ്ഞു കേട്ടോ. ലാല് പറഞ്ഞെങ്കിൽ ഇവരൊക്കെ വിശ്വസിച്ച് ലാല് റെഡിയാവില്ല. അപ്പോൾ ക്ഷീണം കൊണ്ട് ഇവരെല്ലാവരും കിടന്ന് ഉറങ്ങിപ്പോയി. 4 മണിക്ക് ഡോറിൽ നോക്ക് ചെയ്യാണ് പട്ടൺ റഷീദിൻ്റെ റൂമിലേക്ക് വന്നിട്ട്. റഷീദ് വാതിൽ നോക്കി മോഹൻലാൽ കുളിച്ച് വേഷമൊക്കെ മാറി വന്നിരിക്കുക, ചിരിച്ചുകൊണ്ട് നിൽക്കുക. ലാലേട്ടാ ക്ഷമിക്കണം, ഞാൻ റെഡി ആയിട്ടില്ല, അതിന് സാരില്ല മോനെ, നീ റെഡി ആയിക്കോ, ഒരു കാര്യം ചെയ്യ്, ഒരു ചായ ഇട്ടതാ എന്ന് പറയുന്നു. പട്ടണം റഷീദ് അപ്പോഴേക്കൊരു ചായ ഇട്ട് ലാലിന് കൊടുത്തു. അപ്പോൾ പറഞ്ഞു, ലാലേട്ടാ ഈ ചായ കുടിക്കുന്ന സമയം റെഡി ആവാം. അങ്ങനെ പെട്ടെന്ന് റെഡി ആയിട്ട് വന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ആരൊക്കെ എന്ത് പറഞ്ഞാലും എത്ര സമയത്ത് എപ്പോൾ ഉറങ്ങിയാലും ലാല് ആ കൃത്യം 4 മണിക്ക് തന്നെ മേക്കപ്പ് ചെയ്യാൻ വന്നു. അത് കഴിഞ്ഞിട്ടോ 5 മണിക്കൂർ 6 മണിക്കൂർ വേണം ആ മേക്കപ്പ് ചെയ്തു തീർക്കാൻ. അങ്ങനെ പിന്നീട് ഈ 6 മണിക്കൂർ സമയം പട്ടണം റഷീദിൻ്റെ മുന്നിൽ ഈ ഇരുന്ന് കൊടുത്തിട്ട് ആ വേഷം ധരിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഒരാൾ പോലും, അതായത് നമ്മുടെ സംവിധായകന് പോലും മോഹൻലാലിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, മലയാള സിനിമ, ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ 54 വർഷം വരെ മേക്കപ്പിന് ഇന്ത്യൻ സിനിമ ഒരു അവാർഡ് കൊടുത്തിരുന്നില്ല എന്നാലോചിക്കണം. അതേ സമയത്ത് പരദേശ് സിനിമ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലെ മിക്ക ജഡ്ജസ് ആരാണത് മേക്കപ്പ് മാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മേക്കപ്പിന് അത്ര പ്രത്യേകത കൊണ്ട്, അതായത് ഇന്ത്യയിലെ മികച്ച മേക്കപ്പ് മാനായിട്ട് 54 വർഷത്തിന് ശേഷമാണ് ഒരാൾക്ക് അവാർഡ് കൊടുത്ത്. ആ അവാർഡ് പട്ടണം റഷീദിനും കിട്ടി. അപ്പോഴും മോഹൻലാൽ ഈ മേക്കപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ചോദിക്കേണ്ടിയൊന്നും, ലാലേട്ട അന്നത്തെ മേക്കപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. മോനെ, നിനക്ക് ചുമ്മാ കിട്ടിയതല്ലല്ലോ ഈ ദേശീയ അവാർഡ്, അതിനർത്ഥം അത് മികച്ചതായിരുന്നുള്ളല്ലേ, അതല്ലേ എനിക്കും പറയാനുള്ളൂ